ലൈംഗികാസക്തിയാൽ ദൈവിക ശക്തി നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് ബൈബിളിലെ പ്രശസ്തനായ സാംസൺ. ജനനത്തിനു മുമ്പേ ദൈവിക ഇടപെടലിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു അദ്ദേഹം. ജനനം മുതൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു നാസീവ്രതക്കാരനായിരുന്നു അദ്ദേഹം. ദൈവം അദ്ദേഹത്തിന് നൽകിയ കൽപ്പനകൾ ഇതായിരുന്നു: മദ്യം ഉപയോഗിക്കരുത്, തലമുടി മുറിക്കരുത്. ഈ നിബന്ധനകൾ പാലിച്ച കാലമത്രയും അദ്ദേഹം അമാനുഷിക ശക്തിയുള്ളവനായിരുന്നു. ഒരു സിംഹത്തെ വെറും കൈകൊണ്ട് ആട്ടിൻകുട്ടിയെ എന്ന പോലെ അദ്ദേഹം കീറി മുറിച്ചു. ഇസ്രായേലിൻ്റെയും യഹോവയുടെയും ശത്രുക്കളായ ഫിലിസ്തരെ അദ്ദേഹം തനിച്ച് നേരിടുകയും വധിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ദലീല എന്ന ഫിലിസ്ത്യ സ്ത്രീയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് വിനയായി. തൻ്റെ ലൈംഗികാസക്തി മൂലം അദ്ദേഹം തൻ്റെ ശക്തിയുടെ രഹസ്യം അവളോട് വെളിപ്പെടുത്തി. ഇത് അദ്ദേഹത്തിൻ്റെ പതനത്തിന് കാരണമായി. ഫിലിസ്ത്യർ അദ്ദേഹത്തിനെ പിടികൂടുകയും ശക്തി ക്ഷയിച്ച് അദ്ദേഹത്തിൻ്റെ മേൽ ക്രൂരതകൾ പ്രവർത്തിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൽ നിന്ന് വേർപെട്ടു. തടവിലായിരിക്കെ സാംസൺ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. തൻ്റെ അവസാന നിമിഷത്തിൽ ദൈവത്തോട് കെഞ്ചി അപേക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും അദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നു. മരണനിമിഷത്തിൽ ആയിരക്കണക്കിന് ഫിലിസ്തരെ ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ദൗത്യം പൂർത്തിയാക്കി. ഓരോ മനുഷ്യജീവിതവും ഒരു ദൈവിക ലക്ഷ്യത്തോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും ശരീരശക്തിയില്ലാത്ത ആ ശക്തിയാൽ നമ്മുടെ ആത്മീയ ശക്തിയെ നശിപ്പിച്ചേക്കാം. എന്നാൽ ആത്മീയമായ പശ്ചാത്താപത്തിലൂടെ നമുക്ക് ആ ശക്തി തിരികെ നേടാനാകും. നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യം കെടാതെ സൂക്ഷിക്കാൻ നാം എപ്പോഴും പരിശ്രമിക്കണം.